നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ബാഹ്യ ലോകത്തെ ആശ്രയിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ എല്ലാവരും കരുതിയിരിക്കുന്നത് ജീവിതത്തിലെ സാഹചര്യങ്ങൾ പുറമേ ശരിയാകുമ്പോൾ, നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ പരിവർത്തനപ്പെടുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും എന്നാണ്. പക്ഷെ ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആൾക്കാരെ പരിവർത്തനപ്പെടുത്തുവാനോ, നമ്മുടെ വീട്ടിലുള്ള 3-4 പേരെ പോലും പരിവർത്തനപ്പെടുത്തുവാനോ നമുക്ക് സാധിക്കില്ല. അതിന്റെ ആവശ്യവുമില്ല. എന്തിനാണ് മറ്റുള്ളവർ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ പെരുമാറണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? എല്ലാവരും വ്യത്യസ്ത വ്യക്തികളാണല്ലോ. സ്വയം നമ്മൾ നമ്മെ തിരിച്ചറിയാൻ തുടങ്ങിയാൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നതിൽ ഒരു ക്ലാരിറ്റി, വ്യക്തത നമുക്ക് ഉണ്ടാവുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുവാൻ നമ്മൾ തുടങ്ങും. നമ്മുടെ മനസ്സിലുള്ള കുറേയധികം മിഥ്യാധാരണകളാണ് ആദ്യം മാറ്റേണ്ടത്. മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷ, ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ആഗ്രഹം, ഇങ്ങനെ നടക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത വിഷയങ്ങളുടെ മേൽ ആശ്രയത്വം വെച്ചിരിക്കുന്നത് കൊണ്ടാണ് എപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ നമ്മെ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമുക്ക് വേണ്ടത് ശാന്തിയാണ്. ശാന്തി അനുഭവിക്കുവാനായി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കേണ്ട ആവശ്യം ഇല്ല. ഈ ഒരു നിമിഷം ഞാൻ തീരുമാനമെടുക്കുകയാണ്, ഞാൻ ശാന്തമായിട്ടിരിക്കും, ഏത് സാഹചര്യത്തിലും ഞാൻ ശാന്തമായിട്ടിരിക്കും എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ ശാന്തി അനുഭവിച്ചു തുടങ്ങുകയായി നമ്മൾ. അപ്പോൾ നമുക്ക് ബാഹ്യമായ കാര്യങ്ങളെ പരിഹരിക്കുവാനുള്ള ശക്തി ലഭിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി മുഴുവനും നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ കാരണം ഇല്ലാതായിക്കൊണ്ടിരിക്കും. സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അതുകൊണ്ടാണ് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ ആരോടെങ്കിലും പറയുകയാണ്, മെഡിറ്റേഷൻ ചെയ്യാൻ പറയുമ്പോൾ അവർ പറയുന്ന ആൻസർ ആണ്, ഞങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെ കൂടുതൽ വരുന്നത് കൊണ്ട് അതിനെക്കാട്ടി നല്ലത് മൊബൈലിൽ എന്തെങ്കിലും നോക്കിയിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും നോക്കാം, TV കാണാം, അപ്പോൾ അതിനെ മറക്കുമല്ലോ എന്ന്. അതായത് നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ്. എന്നെങ്കിലും ഒരു ദിവസം ഈ ചിന്തകളെ നമ്മൾ അഭിമുഖീകരിച്ചേ മതിയാകും. അതിനുള്ള മടി കൊണ്ടാണ് മറ്റു കാര്യങ്ങളിലും അഡിക്ഷൻസിലെയൊക്കെ ഒക്കെ നമുക്ക് പോകുന്നത്. അങ്ങനെ നമുക്ക് നമ്മിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ നിമിഷമെങ്കിലും, വൈകിപ്പോയെങ്കിലും സാരമില്ല, ഈ ഒരു നിമിഷമെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞ് സൈലൻസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും അതിന് പോസിറ്റിവിറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ പരിഹാരമാണ് നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരം. അല്ലാതെ നമ്മൾ അവയെ ഫേസ് ചെയ്യാതെ അവോയ്ഡ് ചെയ്ത് മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകിക്കൊണ്ടിരുന്നാൽ സാഹചര്യങ്ങൾ ഇങ്ങനെ നമ്മെ കൂടുതൽ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ നേരിടേണ്ട വിഷയങ്ങളെ നമ്മൾ തന്നെ നേരിടേണ്ടി വരും. അത് പുറത്തുള്ളതാണെങ്കിലും ശരി, നമ്മുടെ മനസ്സിൻ്റെതാണെങ്കിലും. പുറത്തുള്ള കാര്യത്തിൽ നമുക്ക് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ റിസൾട്ട് ഏത് സമയത്താണ് വരുന്നത് എന്നുള്ളതിൽ ഉറപ്പില്ല. തീർച്ചയായും കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും വിജയമുണ്ട്, അതിന് റിസൾട്ട് കിട്ടും. പക്ഷെ മനസ്സിന്റെ കാര്യത്തിൽ നമ്മൾ പരിശ്രമിച്ചാൽ ഈ നിമിഷം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങുന്ന ഉറപ്പുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണത്. നമ്മളെപ്പോഴും പറയാറില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുമ്പോൾ ഉറപ്പുള്ള സ്ഥലത്ത്, ഉറപ്പുള്ള പോസ്റ്റ് ഓഫീസിലും ബാങ്കുകളിലും ഒക്കെ നിക്ഷേപിക്കണം. ബാക്കി ഷെയറിലും ഒക്കെ നിക്ഷേപിക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് അതിന്റെ കൂടെ, അവർ തന്നെ അതിന്റെ കൂടെ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ മനസ്സിന്റെ കാര്യത്തിൽ നമ്മൾ നിക്ഷേപിച്ചാൽ അത് ഉറപ്പായിട്ട് റിസൾട്ട് തരുന്ന ഒന്നാണ്. അതുകൊണ്ട് പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തുടങ്ങാം. ദിവസേന പറയുക, ഞാൻ സന്തുഷ്ട ആത്മാവാണ്, ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിലും എന്റെ ബന്ധുമിത്രാദികളിലും എനിക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സൗകര്യങ്ങളിലും ഒക്കെ എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടെങ്കിൽ എന്റെ മാക്സിമം, എന്റെ കപ്പാസിറ്റിയുടെ മാക്സിമം അവയെ പരിഹരിക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതെനിക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു ലക്ഷ്യമാണ്, ഉത്തരവാദിത്തമാണ്. പക്ഷെ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ സ്വഭാവമോ പെരുമാറ്റമോ ഒന്നും എന്റെ ലക്ഷ്യത്തിൽ നിന്നും അകലുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ആരെന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ ശാന്തമായി തന്നെ ഉത്തരം നൽകും. എന്നോട് ആരെങ്കിലും വെറുക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ അവരെ സ്നേഹിക്കും.
അങ്ങനെ നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന ഒരു നെഗറ്റീവ് വികാരങ്ങളും അനുഭവിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ നമ്മൾ ആത്മീയ ക്ലാസ്സുകൾ കേൾക്കുന്നതും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ അതിന്റെ ഭാഗമാക്കും. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും. സ്വയം നമുക്ക് നമ്മെ തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ഈ ബാഹ്യലോകത്തിൽ നിന്നും ഒന്നുമല്ല, നമുക്ക് ആരിൽ നിന്നും ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് എന്താണ് അത് സമയാസമയത്ത് ഈ സൃഷ്ടി നാടകത്തിൽ ലഭിക്കുന്നുണ്ട്. കൂടുതൽ പരിശ്രമിച്ചാൽ സമയാസമയത്ത് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. പക്ഷേ മനസ്സിലെ ചിന്തകളെ ശുദ്ധമാക്കി വയ്ക്കാം. നമ്മുടെ മനോഗതി, ചിന്താഗതി, ആറ്റിറ്റ്യൂഡ് അതെപ്പോഴും പോസിറ്റീവും ശ്രേഷ്ഠവും ശുഭകരവുമാക്കി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണോ വേണ്ടത് ആ ശാന്തിയും സ്നേഹവും സന്തോഷവും ഏത് സാഹചര്യത്തിലും അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതായത് നമ്മൾ എപ്പോഴും നമ്മളിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. ആർക്ക് എപ്പോൾ നമുക്ക് സഹയോഗം കൊടുക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം, നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഏത് രീതിയിലായിരിക്കണം നമ്മൾ മറ്റുള്ളവരോട് അവതരിപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെ ഏത് ക്വാളിറ്റിയോടുകൂടി ചെയ്യണം എന്ന കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ വെച്ചാൽ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നത് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ പരിവർത്തനപ്പെടുമ്പോൾ അതിന്റെ വൈബ്രേഷൻ കാരണം നമ്മുടെ കൂടെയുള്ളവരും ശാന്തരാകുന്നതും അവർ സമാധാനമായിട്ടിരുന്ന് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നതും നമുക്ക് കാണുവാനായി സാധിക്കും. വാദപ്രതിവാദത്തിലേക്ക് പോകാതെ, പരുക്കൻ മട്ടിൽ സംസാരിക്കാതെ, മറ്റുള്ളവരെ പ്രതി നെഗറ്റീവ് മനസ്സിൽ വരാതെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. മനസ്സാകുന്ന വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഡോട്ടുകൾ വരാതിരിക്കാനായി ദിവസം മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയാം കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലവിധ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷെ നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ മനസ്സിലെ ചിന്തകളും നമുക്ക് ശ്രദ്ധിച്ച് അതിനെ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കാൻ തീർച്ചയായും സാധിക്കും. ദിവസവും ഇടയ്ക്കിടയ്ക്ക് സ്വയം ആവർത്തിക്കാം, എനിക്ക് മറ്റുള്ളവരിൽ നിന്നും ഒന്നും വേണ്ട, എനിക്ക് ആരിൽ നിന്നും ഒന്നും വേണ്ട, ഒരു കാര്യവും നടന്നിട്ട് സന്തോഷിക്കേണ്ട ആവശ്യവും എനിക്കില്ല. സാഹചര്യങ്ങൾ വരട്ടെ, അവയ്ക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താം, ധൈര്യത്തോടു കൂടി അവയെ ഫേസ് ചെയ്യാം. അതിനെന്താ, ഇപ്പോ എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു, ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും നമ്മൾ അവയെ നേരിട്ടിട്ടുണ്ട്, അവയെ മറികടന്നിട്ടുണ്ട്. അപ്പൊ ഇനി ടെൻഷൻ അടിക്കാതെ ശാന്തമായ മനസ്ഥിതിയോടുകൂടി ഈ സാഹചര്യങ്ങളെ നമ്മൾ ക്രോസ് ചെയ്യാം എന്ന ഒരു തീരുമാനം നമ്മൾ എടുക്കുകയല്ലേ വേണ്ടത്. നമ്മളെ നിയന്ത്രിച്ച് സ്വയം ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും എങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കും. സ്വയത്തോടൊപ്പമുള്ള നമ്മുടെ കമ്പനി നമുക്ക് എൻജോയബിൾ ആയി മാറും. എപ്പോഴും ഇങ്ങനെ നമുക്ക് നമ്മോടൊപ്പമുള്ള കമ്പനി എൻജോയബിൾ ആവാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ചിന്തകളെ അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും മറ്റെന്തിലേക്ക് മുഴുകുന്നത്. അത് വേണ്ട, നമുക്ക് നമ്മോടൊപ്പം ഇരുന്ന് നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാനായി സ്വയം ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് മറ്റുള്ളവരെയും സഹായിക്കുവാൻ